ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയോട് ജലജ പറയണേടാ, പണം കിട്ടിയിട്ട് വേണം എനിക്ക് നല്ല നല്ല സാരികൾ എടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ആ പണം കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ആ സമയം ദേവയാനി ആ വഴി വരുന്നുണ്ട്. അങ്ങനെ ദേവയാനി മറിഞ്ഞു നിന്ന് ഇവരുടെ സംസാരം കേൾക്കും. പിന്നീട് ജലജ പറയണേ, എന്നാലും എടാ അവൾക്ക് 10 ലക്ഷമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും തുക അവൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ എന്താ അമ്മ പറയുന്നത്, അവളുടെ മിടുക്കിനനുസരിച്ചിട്ടാണ് വലിയമ്മയെ വീഴ്ത്തുന്നത്. അത് അമ്മ ആലോചിക്കണം. അവളെ അത്രയും കഷ്ടപ്പെട്ട് വലിയമ്മയെ വീഴ്ത്തുകയല്ലേ. നമ്മളിപ്പോൾ ഇതിലെന്താ വെറുതെ ഒരാളെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്യുന്നത്. നമ്മൾ കൈ നനച്ചിട്ടല്ലല്ലോ മീൻ പിടിക്കുന്നത്. പിന്നെ എന്താ അമ്മക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാലും അവൾക്ക് 10 ലക്ഷം എനിക്ക് ചോദിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് ചോദിച്ചായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ദേവിയനി അവിടെ നിന്ന് പോവാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ അന്ന് അവൾക്ക് 50 ലക്ഷം കൊടുത്തത് ഓർമ്മയില്ല അമ്മേ, അത് ഇതുവരെ ചെക്ക് മാറി എടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ കൂടുതൽ ചോദിക്കാൻ പറ്റുമോ, അതൊന്നും പറ്റില്ല എന്ന് പറയണ്ട. ഇതേ സമയം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, ചെറിയൊരു പുഞ്ചിരിയുണ്ട്. അപ്പോഴാണ് നയന വരുന്നത്. കരള് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ കരള് കൊടുത്ത പെണ്ണ് വന്നിട്ടുണ്ട് എന്ന് പറയണേട്ടാ. അങ്ങനെ നയനയെ നോക്കി ചെറുതായി പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നയന അമ്മയെ എന്ന് പറയുമ്പോൾ, എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, നിനക്കറിയില്ല കഴിവിൻ്റെ പരമാവധിയും നീ എൻ്റെ കൺമുന്നിലോട്ട് വരാതിരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അമ്മയെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ, ഞാനൊരു വിവരം കേട്ടു. നീ കേട്ട വിവരം എനിക്ക് മനസ്സിലായി, എന്തായാലും നിൻ്റെ വായോട് തന്നെ എനിക്ക് കേൾക്കണം. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ മനസ്സുകൊണ്ടത് പറയുമ്പോൾ നയന പറയണ, അമ്മ കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടു എന്ന് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു, അമ്മയോട് ഇതാരാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ, അതിപ്പോൾ എന്തിനാ എന്നോട് പറയേണ്ട ആവശ്യം, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു എന്ന് വിചാരിച്ചോ. അല്ല അമ്മേ, ഇന്നത്തെ കാലത്ത് ബാങ്കിൽ പണം കെടുക്കുന്നത് പോലും സേഫ് അല്ലാത്ത കാലഘട്ടമാണ്. അതിനിടയ്ക്കാണ് അമ്മയെ പറ്റിക്കാൻ വേണ്ടി അമ്മയോട് ഇത് ആരാ പറഞ്ഞത്, ആരോ പറഞ്ഞെന്നിരിക്കട്ടെ, നിനക്കറിയുമോ കരൾ കൊടുത്ത പെൺകുട്ടിയെ, എങ്കിൽ നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ നയന കിടന്ന് പതറണിട്ടാ. നിനക്ക് പറയാൻ കഴിയില്ല, നീ എന്നോട് പറയണം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ദേവേനെ മനസ്സുകൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് പറയുമ്പോൾ നയന പറയണേ, അതമ്മേ ഞാൻ പറയുന്നത്, അതെ നിങ്ങളാരും എന്നോട് പറയുകയില്ല, നിങ്ങളാരും പറഞ്ഞു തരികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ല അമ്മ ഇതിനിടയ്ക്ക് അന്വേഷണമൊക്കെ നിർത്തി എന്നുള്ളത് പറഞ്ഞു കേട്ടോ. നിർത്തിയതല്ല, നിർത്തിയതായി കാണിച്ചതാണ്. കാരണം നിങ്ങളോടൊന്നും ഞാൻ എത്ര പറഞ്ഞാലും ആ പെൺകുട്ടിയെ എനിക്ക് മുന്നിൽ കാണിച്ചു തരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അതിലിടപെട്ടു. എന്തായാലും നീ ഇനി കൂടുതൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, പറയാനുള്ളത് പറഞ്ഞോ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ എന്ന് പറഞ്ഞ് പതുങ്ങി കൊണ്ട് പോകുമ്പോൾ, നീ തന്നെയാണ് ആ പെൺകുട്ടിയെന്ന് എനിക്ക് നന്നായി അറിയാന്നേ, എന്നാൽ നിൻ്റെ ആദർശ പോലെ നിന്നെ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് ദേവയാനി പറയണം കേട്ടോ. പിന്നീട് നയന മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ മുത്തശ്ശി വാ മോളെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അമ്മേ, നമ്മൾ വിചാരിക്കും പോലെയല്ല, എന്താ പ്രശ്നം? അതെ, അമ്മക്ക് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച്. എന്ത്, നിന്നെക്കുറിച്ചോ? അറിയില്ല അമ്മേ, എന്നെക്കുറിച്ചല്ല, പക്ഷേ അമ്മ ആരോ അമ്മയെ ചതിക്കുന്നുണ്ട്. ആരാണിത് പിറകിൽ കളിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അത് ആരാണെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ല. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മയെ അങ്ങനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മയെ അങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് പണം നൽകാനും ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ആ ചെക്ക് ബാങ്കിൽ വരുമല്ലോ, അപ്പോൾ ഇവിടെ കബളിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് പുറത്ത് ആ സമയം ഞാൻ കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് അഭിനയിക്കാൻ പറഞ്ഞ ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ അഭി ചെല്ലാണ്. അപ്പോൾ ഈ സമയം അവൾ ചായ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മകളെ നീ ചതിച്ചതാണ് അവളുടെ അമ്മ പറയാണ് കേട്ടോ, ശരണയുടെ അമ്മ പറയാണ്. അപ്പോൾ തന്നെ നീ എൻ്റെ മകളെ ചതിച്ചു, ഇനിയും നീ എൻ്റെ മകളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. എൻ്റെ മകളെ ഇനിയിപ്പോൾ ഇതിൽ കുരുക്കിലാവുമോ, അവളെ പിടിക്കപ്പെടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണമെങ്കിൽ മതി, നിങ്ങളുടെ മകളെ ഞാൻ സ്നേഹിച്ചു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനാണ് നിങ്ങളുടെ മകൾക്ക് ഒരു പ്രത്യുപകാരമായി ഞാനിത് തരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൾക്ക് വേണമെങ്കിൽ ഈ പണം വാങ്ങാം. അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട ശരണി പറഞ്ഞ 40 ലക്ഷമാണ് എനിക്ക് കിട്ടുന്നത്, അതിലൊരു കാഭാഗം പോലും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇത്രയൊക്കെ തന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അപ്പോൾ അഭി അത് പറഞ്ഞു പോകുമ്പോൾ, എടി നിന്നെ ഇവൻ ചതിക്കുമോ എന്ന് പേടി എനിക്കുണ്ട്, ആ പണം പോലും 10 ലക്ഷം പോലും ഇവൻ തരില്ല, ഇവൻ കള്ള കുറുക്കനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശരണി പറയണത്, അതിനെങ്ങനെ ഈ പറയുന്ന ദേവയാനി എൻ്റെ പേരിലല്ലേ ചെക്ക് എഴുതി തരിക, പിന്നെ ആ ചെക്ക് ഞാനല്ലേ എടുക്കുന്നത്, പിന്നീടല്ലേ അവന് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തായാലും നമുക്കിത് കിട്ടുന്ന ലാഭം അങ്ങനെ ചിന്തിച്ചാൽ മതി അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ അഭിയാണ് കാണിക്കുന്നത്. അഭി തൻ്റെ കൂട്ടാളികളുമായി ഇങ്ങനെ മദ്യപിച്ചും കുടിച്ചൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ കയ്യിൽ ഇത്രയും തോന്നെ പൈസ ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ബിസിനസ് പറയാം, ഈ ബിസിനസ് തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ലാഭം തന്നാൽ മതി, അതായത് നിത്യം തരണം, അങ്ങനെയാണ് എൻ്റെ കണക്ക് എന്നൊക്കെ പറയുമ്പോൾ, ശരി ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനിടയ്ക്ക് അഭി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇടിച്ച് ആ പോലീസുകാരനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്നെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവൻ എന്നെ തിരിച്ചറിയാം, അതുകൊണ്ട് തന്നെ അവൻ്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടുണ്ടല്ലോ, അത്ര മതി, ബാക്കി പിന്നീടാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അഭി പോകുന്നു കേട്ടോ. പിന്നീട് രാത്രിയാണ് കാണിക്കുന്നത്. അഭി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് അഭി അങ്ങോട്ടേക്ക് കയറി വരികയാണ്.
അപ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കണം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി നവ്യ ഈ രാത്രിയിൽ ഇവൻ എന്നും മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ടാണല്ലോ, എന്തൊരു ശല്യമാണ് ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച കുടിച്ചു വരുന്ന അഭിയായിരിക്കും കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കിടക്കുക എന്നുള്ളത്. എന്താടി നീ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ ഞാൻ പുറത്ത് കിടക്കാൻ ഒരിക്കലത് കഴിയില്ല, ഞാൻ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തും എന്ന് നവ്യ പറഞ്ഞ ഉടനെ തന്നെ പറയണേ. നീ ആരെ വിളിച്ചു വരുത്തിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആരെ വിളിച്ചു വരുത്തി എന്ത് ചെയ്താലും ഈ അനന്തപുരിയിൽ എല്ലാവർക്കും അറിയാം അഭി കുടിക്കുന്നവനാണ്, കുറച്ചൊക്കെ കുടിച്ചിട്ടാണ് കിടക്കാറ് എന്നൊക്കെ. എന്തായാലും നിനക്ക് നാളെ ഞാനൊരു സ്വർണ്ണമോതിരം വാങ്ങിത്തരാം. ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്, ആ സന്തോഷത്തിൽ ഞാൻ കുടിച്ചു എന്നുള്ളത് തെറ്റില്ല, അതുകൊണ്ട് തന്നെ നാളെ ഞാൻ സ്വർണ്ണമോതിരം വാങ്ങിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ നബിയോട് പറയുമ്പോൾ നബി അറിയാണ്, ആർക്ക് വേണേ നിൻ്റെ സ്വർണ്ണമോതിരം, നീ ഒരു മനുഷ്യരൂപമായി കണ്ടാൽ മതി, അത്ര പ്രാർത്ഥനയെ എനിക്കുള്ളൂ, നീ ഒരു മനുഷ്യജന്മമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അബി അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ജാനകിയാണ് കാണിക്കുന്നത്. ജാനകി ഇങ്ങനെ പത്രം വായിച്ചിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ബാഗിൽ എന്തൊക്കെ ഇങ്ങനെ തപ്പുന്നുണ്ട്. അപ്പോൾ തന്നെ ജാനകിയെ കണ്ട ഉടൻ തന്നെ അതെ ഞാനൊന്ന് പുറത്ത് പോവാം, ഏട്ടത്തെ എങ്ങോട്ടാണ് പോകുന്നത്, അതെനിക്ക് എൻ്റെ കൂട്ടുകാരിയെ കാണാനുണ്ട്, അപ്പോൾ അമ്പലത്തിലോട്ടാണ്, അമ്പലത്തിലും പോകണം, അതില്ല എന്ന് പറയുന്നില്ല, എന്നാൽ ഏട്ടത്തേക്ക് എന്നെയും കൂടി ഒന്ന് വിളിക്കായിരുന്നില്ല, അത് വേണ്ട, ഈ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യാൻ പിന്നെ വേറെ ആരുമില്ല, നീയും ജലജയും കൂടി ഇന്നത്തെ അടുക്കളപ്പണി ചെയ്യുക, എല്ലാം ഞാനല്ലേ ചെയ്യാറ്, ഇത്തവണ ഇന്നത്തെ ഒരു ദിവസം നീ ചെയ്യുക, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ജലജ ജാനകിയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എന്താ ഏട്ടത്തി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ സ്വഭാവം ഇപ്പോൾ ഓരോ ദിവസം ഓരോ തരത്തിലല്ലേ, അവർ ഓരോ ദിവസം ഓരോ തരത്തിലല്ലേ പെരുമാറുന്നത്, അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എങ്ങോട്ടാണ് കൂട്ടുകാരിയെ കാണാനെന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞ് അവരിവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയാനിട്ടാ. പിന്നീട് ദേവയാനി അബിയുടെ അരികിലോട്ട് എത്താണ്. എന്നിട്ട് ദേവയാനി ചോദിക്കണം പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഇനി അധിക ദൂരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അധിക ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, എന്തായാലും ആ പെൺകുട്ടി 50 ലക്ഷം മേടിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് കൊടുക്കണം, അത് കഴിഞ്ഞാൽ ഇനി അവളുടെ കല്യാണത്തിന് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇത് കേൾക്കുന്ന അബി അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് പണം തട്ടിയെടുക്കാം എന്നിങ്ങനെ അബി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കാറിൽ കയറി പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയനെയും ഈ പറയുന്ന ഹനിയുടെ അച്ഛനെയും കേട്ടോ. അപ്പം നയന നിൽക്കുന്നുണ്ട്. അപ്പം നയന പറയാണ് അമ്മ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ആദർശം ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഹനിയുടെ അച്ഛൻ പറയണത് നമ്മളോട് നേരിട്ട് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുന്ന നമ്മളൊക്കെ കരുതിയത്, പക്ഷേ ദേവയാനി തന്നെ മുന്നിട്ടിറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ എങ്ങനെ പറയാം. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നത് ശരിയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നോ ഒരു പിടിയില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഈ പറയുന്ന സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയാണ് കരൾ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ജലജയും ഈ പറയുന്ന അബിയും ദേവയാനിയിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോഴാണ് ദേവയാനിയിൽ നിന്നും അപ്രതീക്ഷിതമായ ആ ഒരു തിരിച്ചടി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 1 രൂപ പോലും കിട്ടാതെ 2 പേരും നാണം കെട്ട് നിൽക്കുകയാണ്. എന്നാലേ സമയം ഈ പറയുന്ന നയനയുടെയും ആദർശിൻ്റെയും അജയൻ്റെയും ഒക്കെ സമാധാനം പോവുകയാണ്. ഇനിയിപ്പോൾ ഈശ്വര പണമൊക്കെ അവർക്ക് കൊടുക്കുമോ എന്നൊരു പേടി അവർക്കുള്ളിൽ വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇവർക്ക് പറയേണ്ട അവസ്ഥയാണ് ദേവയാനി ഉണ്ടാക്കുന്നത്. സത്യം തുറന്നു പറയേണ്ട ആ അവസ്ഥ നയനക്ക് തന്നെ ആദർശിൻ്റെ അച്ഛനും അജയനൊക്കെ വരുന്ന ആ ഒരു അവസ്ഥയിലോട്ടാണ് ദേവയാനി കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത് കേട്ടോ.